വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പാഠഭാഗങ്ങളൊക്കെ നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പീരിയോഡിക് ടേബിളിൽ തന്നെ മറ്റൊരു പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മൂലകങ്ങൾ വർഗീകരണം എന്ന് പറയുന്ന നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കിൽ നമ്മൾ SRT നോക്കേണ്ട പാഠഭാഗമാണ് 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ. അപ്പൊ അതിൽ നമ്മൾ അറിയേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക, പോയിന്റ്സിൽ എഴുതിയെടുക്കുക. ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പാഠമാണെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും അതിന്റെ മേന്മകളും പരിമിതികളെ കുറിച്ചുമാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ആധുനിക പീരിയോഡിക് നിയമം. എന്താണ് ആധുനിക പീരിയോഡിക് നിയമമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആധുനിക പീരിയോഡിക് നിയമം 1869 മെൻഡലീവ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. 1869 മെൻഡലീവ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. അപ്പൊ ആ സമയത്ത് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയ സമയത്ത് ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണെന്നോ ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഉണ്ടെന്നോ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ മൗലിക കണങ്ങളൊക്കെ ഉണ്ടെന്നോ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായില്ലായിരുന്നു. അപ്പൊ ആ ധാരണയൊന്നും രൂപപ്പെടാത്ത സമയത്തായിരുന്നു ഈ പറഞ്ഞ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരുന്നത്. മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ഇതിനെ അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. അപ്പം മോസ്ലി എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ആ ക്രമ നമ്പറിനെ അറ്റോമിക് നമ്പർ എന്ന് അദ്ദേഹം വിളിച്ചു. അത്തരത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പീരിയോഡിക് നിയമത്തെ ആര് പരിഷ്കരിച്ചു? മോസ്ലി പരിഷ്കരിച്ചു. അപ്പൊ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? പീരിയോഡിക് നിയമത്തെ പരിഷ്കരിച്ചത്. അദ്ദേഹം എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ആ ക്രമ നമ്പറിനെ അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചു. അത്തരത്തിൽ പീരിയോഡിക് നിയമം അദ്ദേഹം പരിഷ്കരിച്ചു. അപ്പൊ പീരിയോഡിക് നിയമം പരിഷ്കരിച്ച വ്യക്തി ആരാണ്? മോസ്ലിയാണ്. പീരിയോഡിക് നിയമം ആദ്യമായിട്ട് തയ്യാറാക്കിയത് ആരാണെന്ന് വെച്ചാൽ അത് മെൻഡലീവ് ആണ്. ഇനി മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് മോസ്ലി അഭിപ്രായപ്പെട്ടത്. മെൻഡലീവിന്റെ കാര്യം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി എന്താണ്? മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എന്താണ് മൂലകങ്ങളെ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് പട്ടികയിൽ വിന്യസിച്ചത്. മൂലകങ്ങളെ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് മെൻഡലീവ് പട്ടികയിൽ വിന്യസിച്ചത്. എന്നാൽ ഈ പറയുന്ന ഹെൻറി പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലി ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവരുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആധുനിക പീരിയഡ് നിയമത്തിൽ എന്താണ് പറയുന്നത് വെച്ചാൽ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവരുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്ന് മനസ്സിലായി. ആധുനിക പീരിയഡ് നിയമത്തിൽ എന്താണ് പറയുന്നത്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങൾ എന്നാണ്, അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക പീരിയോഡിക് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ മൂലകങ്ങളുടെ ഭൗതികവും രാസഗുണങ്ങളും ഈ പറയുന്ന അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലമാണെന്നാണ് മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത്. ഇനി ആധുനിക പീരിയോഡിക് ടേബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ആകെ പീരീഡുകളുടെ എണ്ണം. പീരീഡുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നീളത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ത് വിളിക്കുന്നു? ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ കുത്തനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്നും, എന്നാൽ ആ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾക്ക് രാസഭൗതിക സ്വഭാവങ്ങൾ സമാനത പ്രകടിപ്പിക്കുന്നു. അപ്പൊ പീരിയോഡിക് ടേബിളിൽ കുത്തനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണ്? കുത്തനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾക്ക് രാസഭൗതിക സ്വഭാവത്തിൽ സമാനത പ്രകടിപ്പിക്കുന്നു. അതുപോലെ വിലങ്ങനെയുള്ള കോളങ്ങളെ പിരീഡുകൾ എന്നും വിളിക്കുന്നു. അപ്പൊ പീരിയോഡിക് ടേബിളിൽ കുത്തനെയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കോളങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ആ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ഭൗതിക രാസ സ്വഭാവങ്ങൾക്ക് സമാനത പ്രകടിപ്പിക്കുന്നു. അപ്പൊ പീരിയോഡിക് ടേബിൾ കുത്തനെയുള്ള കോളങ്ങളെ മൂലകങ്ങളാണ് മൂലകങ്ങളെ ഗ്രൂപ്പുകൾ എന്നാണ്, ആ മൂലകങ്ങളെ ഗ്രൂപ്പുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. അതുപോലെ ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മൂലകങ്ങൾക്ക് രാസഭൗതിക ഗുണങ്ങൾക്ക് സമാനത പ്രകടിപ്പിക്കുന്നവയാണ്. ഇനി കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. അതുപോലെ വിലങ്ങനെയുള്ള കോളങ്ങളെ പിരീഡുകൾ എന്നും വിളിക്കുന്നു. കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്നും വിലങ്ങനെയുള്ള കോളങ്ങളെ പിരീഡുകൾ എന്നും വിളിക്കുന്നു. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. വിലങ്ങനെയുള്ള കോളങ്ങളെ പിരീഡുകൾ എന്നും വിളിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കിയ എന്താണ് പീരിയോഡിക് ടേബിൾ എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞു
ആകെ പീരീഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 പീരിയോഡിക് ടേബിൾ പീരീഡുകളുടെ എണ്ണം 7. മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ ആണ് ആധുനിക പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത്. അതിൽ പീരീഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7. അതുപോലെ ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18. എത്ര ഗ്രൂപ്പുകളുണ്ട് പീരിയോഡിക് ടേബിൾ എന്ന് 18 ഗ്രൂപ്പുകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഹൈഡ്രജനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജനാണ് ഒന്നാമത്തെ മൂലകം എന്നറിയപ്പെടുന്നത്. ഇനി ഹൈഡ്രജൻ കഴിഞ്ഞ് അടുത്ത മൂലകം എന്നറിയപ്പെടുന്നത് ഹീലിയം ആണ്. ഇനി ഇതുപോലെ തന്നെ അടുത്ത മൂലകം ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതില് ഇപ്പൊ നമ്മൾ പീരീഡുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ് പീരീഡുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ വിലങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളെയാണ് പീരീഡുകൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, ഹൈഡ്രജൻ, ഹീലിയം ഇതൊക്കെ പീരീഡുകളായിട്ടാണ് അറേഞ്ച് ചെയ്തതാണ് പീരീഡ് എന്ന് ഇങ്ങനെ വിലങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറുകെ അറേഞ്ച് ചെയ്തിരിക്കുന്ന അതായത് നീളത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഗ്രൂപ്പുകൾ. അതായത് ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം ഇനി താഴോട്ട് വരുന്ന ഇതിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ബെറീലിയം. അതിന് താഴോട്ടുള്ള നിര അറേഞ്ചിരിക്കുന്ന മൂലകങ്ങളെല്ലാം സെക്കൻഡ് ഗ്രൂപ്പിലാണ്. ഇനി പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആദ്യത്തെ പീരീഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ പീരീഡ്. അതായത് അതിൽ ഹൈഡ്രജനും ഹീലിയം എന്ന് പറഞ്ഞ 2 മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പീരീഡുകളുടെ എണ്ണം 7. അതുപോലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 മനസ്സിലാക്കണം. ഏറ്റവും ചെറിയ പീരീഡ് എന്നറിയപ്പെടുന്നത് ആദ്യത്തെ പീരീഡ് ആണ്. അതിൽ ഹൈഡ്രജനും ഹീലിയം എന്ന് പറഞ്ഞ 2 മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഗ്രൂപ്പുകളെ കുറിച്ച് പറയും. ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് 18 ഗ്രൂപ്പുകളാണ് ഉള്ളതെന്നും നമ്മൾ മനസ്സിലാക്കണം. അതൊന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത് ഇവിടെ ഗ്രൂപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പുകൾ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ലിഥിയം, സോഡിയം ഇങ്ങനെ പോകുന്നതാണ് ആദ്യത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഇങ്ങനെയാണ്. ഇങ്ങനെ പോകും. അങ്ങനെ 18 ഗ്രൂപ്പുകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പുകളുടെ പേരുകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മനസ്സിലാക്കാം. നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് രാസഗുണങ്ങൾ അതായത് അവ പൊതുവായുള്ള രാസഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ സമാന രാസഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അതായത് ആദ്യത്തെ ഗ്രൂപ്പിലുള്ളതാണ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം മുതലായവ ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഈ ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്ന ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 അതുപോലെ ഇലക്ട്രോൺ വിന്യാസവും 1 മനസ്സിലാക്കാം. അപ്പൊ ലിഥിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 3 ഇലക്ട്രോൺ വിന്യാസം 2, 1 നമ്മൾ എഴുതുന്നത്. സോഡിയം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ 11 ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എഴുതുന്നത്. പൊട്ടാഷ്യം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 19 അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 എഴുതുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ പറയുന്ന മൂലകങ്ങളുടെ എല്ലാം ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. ഈ പറയുന്ന മൂലകങ്ങളുടെ എല്ലാം ഏറ്റവും പുറമെ കിടക്കുന്ന ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. അത് ഈ പറയുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 1 മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒരേപോലത്തെ ഒരു ഇലക്ട്രോൺ ഈ ഒരു ഇലക്ട്രോൺ അത് ബാഹ്യമിത ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഈ പറയുന്ന ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ മൂലകങ്ങൾക്കും ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 1. അപ്പൊ രാസപ്രവർത്തന വേളയിൽ ഇവ എന്ത് ചെയ്യും? ഈ പറയുന്ന ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. ഈ പറയുന്ന മൂലകങ്ങളെല്ലാം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പറയുന്ന ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് സമാന രാസഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മൂലകങ്ങളും അവയുടെ ഒരു ബാഹ്യമിത ഷെല്ലിൽ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ഇതിന് സമാന ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ രാസപ്രവർത്തന വേളയിൽ ഇതുപോലത്തെ ഒരേ ഗുണങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് ഇവയെ ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് രാസപ്രവർത്തന വേളയിൽ ഒരുപോലെയാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവയെല്ലാം ഒരേ ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇങ്ങനെയാണ്. മൂലകങ്ങൾ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഇലക്ട്രോൺ വീതം അത് വിട്ടുകൊടുക്കുന്നു. അതായത് രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾക്ക് പൊതുവായ രാസഗുണങ്ങൾ ഉണ്ടാകുന്നു. മൂലകങ്ങളുടെ രാസഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് മനസ്സിലാക്കുക. അപ്പൊ 1, 2 ഗ്രൂപ്പിലുള്ള ഇലക്ട്രോൺ നോക്കാം. 1, 2 ഗ്രൂപ്പ് മനസ്സിലാക്കിയത് ഒരേ ഗ്രൂപ്പിലെ മൂലകങ്ങൾ സമാന ഗുണങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയല്ലോ. അവയുടെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അപ്പൊ അത് രാസപ്രവർത്തനയിൽ എല്ലാ മൂലകങ്ങളും എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് അവ സമാന ഗുണങ്ങൾ കാണിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. അടുത്തത് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1. ഈ ഹൈഡ്രജന് അതേ ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിഥിയം, പിന്നെ സോഡിയം. നമ്മൾ നേരത്തെ മനസ്സിലാക്കി എല്ലാത്തിനെയും ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 1 മനസ്സിലാക്കി.
ഇനി അടുത്ത ഗ്രൂപ്പാണ് ബെറീലിയം, മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് പോകുന്നതിൽ അടുത്ത ഗ്രൂപ്പാണ്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ബെറീലിയം, മെഗ്നീഷ്യം എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൽ നമ്മൾ മനസ്സിലാക്കി ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകൾ എണ്ണം 1 ആണ് മനസ്സിലാക്കി. ഹൈഡ്രജന്റെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ 1, ലിഥിയത്തിനാണെങ്കിൽ അറ്റോമിക് നമ്പർ 3 ആണ്. ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെന്ന് മനസ്സിലാക്കി. സോഡിയത്തിനും ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 1 ആണ് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഹൈഡ്രജനും ലിഥിയത്തിനും സോഡിയത്തിനും ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം ഈ ഒരു ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്ന ഇലക്ട്രോൺ മൂലകങ്ങളുടെ എല്ലാം ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 1 ആണ്. അപ്പൊ അവയെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രൂപ്പ് നമ്പർ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ബെറീലിയം ആണ് സ്റ്റാർട്ടിങ്. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അവിടെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 2 എന്നാണ് എഴുതുന്നത്. ഇനി മെഗ്നീഷ്യം എന്ന് പറയുന്ന അതേ ഗ്രൂപ്പിൽ വരുന്നതാണ് 12ാമത്തെ അതിന്റെ അറ്റോമിക് നമ്പർ 12ാമതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ബെറീലിയത്തിന് ശേഷം വരുന്ന മെഗ്നീഷ്യം, അവിടെ നമ്മൾ 12 എന്ന് പറഞ്ഞ ഇലക്ട്രോൺ വിന്യാസം 2, 8, 2 എന്നാണ് വരുന്നത്. അടുത്ത ഒരു മൂലകം എടുത്ത് അത് നമ്മൾ ഇതുപോലെ എഴുതിയാൽ അവസാനം വരുന്നത് ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 2 എന്നാണ് വരുന്നത്. അപ്പൊ ഈ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം 2 ആണ്. അപ്പൊ ഈ ഗ്രൂപ്പും എന്ത് തന്നെയാണ്? രണ്ടാമത്തെ ഗ്രൂപ്പാണ്. ഇവ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് രണ്ടാമതാണ്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണവും എന്ത് തന്നെയായിരിക്കും? ആ ഗ്രൂപ്പ് നമ്പർ തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ തന്നെയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് മനസ്സിലാക്കുക. നമ്മള് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 13ാമത്തെ ഗ്രൂപ്പിലെ ഒരു മൂലകമായ ബോറോൺ മുതൽ 14ാമത്തെ ഗ്രൂപ്പിലെ കാർബൺ, 15ാമത്തെ ഗ്രൂപ്പിലെ നൈട്രജൻ, 16ാമത്തെ ഗ്രൂപ്പിലെ ഓക്സിജൻ, 17ാമത്തെ ഗ്രൂപ്പ് ഫ്ലൂറിൻ, 18ാമത്തെ ഗ്രൂപ്പിൽ നിയോൺ, അങ്ങനെ 13 മുതൽ 18 ഒരു ഗ്രൂപ്പിലെ മൂലകങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ എത്ര ഷെല്ലുകളുണ്ട്. ഇത് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ 13ാമത്തെ ഗ്രൂപ്പ് 13ാമത്തെ ഗ്രൂപ്പ് വരുന്ന ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം 2, 3 അങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അപ്പൊ അടുത്ത കാർബൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 6 ആണ്. ഇത് 14ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. അവിടെ നമ്മൾ 2, 4 എന്നാണ് എഴുതുന്നത്. ഇനി അടുത്തത് നൈട്രജൻ 2, 5 എന്നും 2, 6 എന്നും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം ഇവിടെ എല്ലാ ഈ ഗ്രൂപ്പില് 13ാമത്തെ ആട്ടെ 14ാമത്തെ ആട്ടെ 18 വരെയുള്ള ഗ്രൂപ്പില് ഈ എഴുതിയിരിക്കുന്ന ഗ്രൂപ്പില് ഈ പറയുന്ന മൂലകങ്ങൾ ആദ്യം കിടക്കുന്ന ഈ പറയുന്ന ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെ കിടക്കുന്ന മൂലകങ്ങളെല്ലാം 2 ഷെല്ലുകൾ വീതമാണ് ഉള്ളത്. അപ്പൊ 2 ഷെല്ലുകൾ വീതമാണ് ഉള്ളത്. അപ്പൊ ഇവ ഏത് പീരീഡിലാണ് ഇരിക്കുന്നത് വെച്ചാൽ 2ാമത്തെ പീരീഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ 2 ഷെല്ലുകൾ വീതമാണ് ഈ 13, 18 വരെയുള്ള ഈ പറയുന്ന ഗ്രൂപ്പിലുള്ള ഈ പറയുന്ന 13, 18 വരെ ഗ്രൂപ്പിലെ ആദ്യത്തെ ഈ പറയുന്ന ഈ മൂലകങ്ങൾ എവിടെ ഇരിക്കും? അവയ്ക്ക് 2 ഷെല്ലുകളാണ് ഉള്ളത്. അതുകൊണ്ട് അവ ഇരിക്കുന്ന എത്രാമത്തെ പീരീഡിലാണെന്ന് വെച്ചാൽ 2ാമത്തെ പീരീഡിലാണ്, സെക്കൻഡ് പീരീഡിലാണ് അവ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് എന്താണ്? സെക്കൻഡ് പീരീഡ്. കാരണം ഷെല്ലുകളുടെ എണ്ണം നോക്കിയിട്ടാണ് എത്ര ഷെല്ലുകൾ, 2 ഷെല്ല്. അപ്പൊ എത്രാമത്തെ പീരീഡിലാണ്? 2ാമത്തെ പീരീഡിലാണ് ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡിന്റെ നമ്പറും തമ്മിൽ സാമ്യമുണ്ട്, തുല്യമാണ്. മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും തുല്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ ഇപ്പൊ അടുത്ത് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിൾ എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. ഗ്രൂപ്പുകൾ 18 ആണെന്നാണ് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരേ ഗ്രൂപ്പിലെ മൂലകങ്ങൾ സമാന ഗുണങ്ങൾ കാണിക്കുന്നു. അവ രാസബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ പറയുന്ന ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരേപോലെ ആയതിനാലാണ് അവ സമാന ഗുണങ്ങൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളിലെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് മനസ്സിലാക്കുക. 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. 1, 2 ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ. 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് മനസ്സിലാക്കുക. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് കാണുന്നത്. അപ്പൊ അവന്റെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് കാണപ്പെടുന്നത്. ആ ഗ്രൂപ്പ് നമ്പർ 2 ആണ് മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കിയത് ഒരു മൂലകത്തിലെ പീരീഡിന്റെ നമ്പറും ഷെല്ലുകളുടെ എണ്ണവും തമ്മിൽ തുല്യമാണ്. അതായത് നമ്മൾ പറഞ്ഞ മൂലകത്തിലെ പീരീഡ് നമ്പർ എങ്ങനെ കണ്ടെത്തും?
ആ പറയുന്ന മൂലകത്തിന് എത്ര ഷെല്ലുകളുണ്ടോ ആ ഷെല്ലുകൾക്ക് തുല്യമായിരിക്കും അതിന്റെ പീരീഡ് നമ്പർ എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഒരു മൂലകത്തിന്റെ പീരീഡ് നമ്പർ എങ്ങനെ മനസ്സിലാക്കാം? അവയുടെ ഷെല്ലുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ആ പീരീഡിന്റെ നമ്പർ എന്ന് മനസ്സിലാക്കാം. ഇത്രയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഓരോ മൂലകങ്ങളും അവയുടെ എന്താണ് സവിശേഷം, ഗ്രൂപ്പുകളുടെ സവിശേഷം, ഓരോ മൂലകങ്ങളും ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അവയുടെ സവിശേഷം എന്തെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യമത ശല്യ ഇലക്ട്രോണുകളുടെ എണ്ണമാണെന്ന് മനസ്സിലാക്കി. അടുത്തത് 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യമത ശല്യ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് മനസ്സിലാക്കണം. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും തുല്യമാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഓരോ പീരിയോഡിക് ടേബിളില് നമ്മൾ ഓരോ മൂലകങ്ങൾ ഒരു കുടുംബമായിട്ട് ഗ്രൂപ്പ് നമ്പർ അടിസ്ഥാനത്തെ പറ്റി അതിനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ഒന്നാം ഗ്രൂപ്പ് നമ്പർ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ലോഹങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്പർ ഇതാണ്, ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. 3 മുതൽ 12 വരെ മൂലകങ്ങൾ 3 മുതൽ 12 വരെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ ലോഹങ്ങൾ എന്നാണ്. സംക്രമണ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി 13ാമത്തെ ഗ്രൂപ്പ് നമ്പറിൽ ബോറോൺ കുടുംബമാണ്. 13ാമത്തെ ഗ്രൂപ്പ് നമ്പർ ഏതാണ്? ബോറോൺ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. ഈ 14ാമത്തെ ഗ്രൂപ്പ് നമ്പറിൽ വരുന്നതാണ് കാർബൺ കുടുംബം. 14ാമത്തെ ഗ്രൂപ്പ് നമ്പറാണ് കാർബൺ കുടുംബം. 15ാമത്തെ ഗ്രൂപ്പ് നമ്പറാണ് നൈട്രജൻ കുടുംബം. ഈ 16ാമത്തെ ഗ്രൂപ്പ് നമ്പറാണ് ഓക്സിജൻ കുടുംബം. 17 ഹാലജനുകളും 18 ഉത്കൃഷ്ടവാതകങ്ങളും അറിയപ്പെടുന്നു. ഒന്നാം ഗ്രൂപ്പ് നമ്പറിനെ ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്പറിനെ ആൽക്കലിൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. 13ാമത്തത് ബോറോൺ കുടുംബമെന്നും 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബമെന്നും 16 ഓക്സിജൻ കുടുംബമെന്നും 17 ഹാലജനുകളെന്നും 18 ഉത്കൃഷ്ടവാതകങ്ങളെന്നും അറിയപ്പെടുന്നു. ഇനി ഇവിടെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ സ്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന് ആദ്യത്തെ ഗ്രൂപ്പിൽ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങൾക്ക് കൂട്ടത്തിലാണ് പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ ഒരു അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ ഏക അറ്റോമികമാണ്. എന്നാൽ ഹൈഡ്രജൻ ദ്വയ അറ്റോമികമായ ഒരു മൂലകമാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ ചില രാസപ്രവർത്തനം ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പൊ ആൽക്കലി ലോഹങ്ങളെ പോലെ ഹൈഡ്രജൻ രാസപ്രവർത്തന വേളയിൽ ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തുന്നു. അതേസമയം രാസപ്രവർത്തന വേളയിൽ ഹാലജനുകളെ പോലെ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആൽക്കലി ലോഹങ്ങളെ പോലെ തന്നെ ആൽക്കലി ലോഹങ്ങളെ പോലെയും അത് രാസപ്രവർത്തനം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അത് ചില രാസപ്രവർത്തന വേളയിൽ അത് ഹാലജനുകളെ പോലെയും ഹൈഡ്രജൻ പ്രവർത്തിക്കുന്നു. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകാവസ്ഥയിലാണ്. അപ്പൊ ആൽക്കലി ലോഹങ്ങളുടെ കൂട്ടത്തിലാണ് ഹൈഡ്രജൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് രാസപ്രവർത്തനം ഹൈഡ്രജൻ ആൽക്കലി ലോഹങ്ങൾക്കൊരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവ ആൽക്കലി ലോഹങ്ങൾ ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകാവസ്ഥയിലുമാണ് ഇരിക്കുന്നത്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജൻ അയോണീകരണ ഊർജ്ജം ഹാലജനുകൾ പോലെ ഉയർന്നതാണ്. അപ്പൊ ഇത്തരം വ്യത്യസ്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹൈഡ്രജൻ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൽക്കലി ലോഹങ്ങൾക്ക് കൂട്ടത്തിലാണ് ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഹൈഡ്രജന് അയണീകരണ ഊർജ്ജം ഹാലജനുകളെ പോലെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഹൈഡ്രജന്റെ കാര്യങ്ങൾ പറയുന്നത് ഹൈഡ്രജൻ ആൽക്കലി ലോഹങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈഡ്രജൻ ഒരു ദ്വയ അറ്റോമിക മൂലകമാണ്. ഇനി ആൽക്കലി ലോഹങ്ങളെ പോലെ അത് രാസപ്രവർത്തനം വഴി ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ചില രാസപ്രവർത്തനം വഴി ഹൈഡ്രജൻ ഹാലജനുകളെ പോലെ ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി ആൽക്കലി ലോഹങ്ങൾ ഖരാവസ്ഥയിലാണ് ഇരിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മൂലകമാണ്. ഇനി ആൽക്കലി ലോഹങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം കുറവാണ്. എന്നാൽ ഹാലജനുകളെ പോലെ ഹൈഡ്രജന് അയോണീകരണ ഊർജ്ജം കൂടുതലാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഏതാണെന്ന് വെച്ചാൽ അത് റെഡോൺ ആണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? റെഡോൺ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ പരിഷ്കരിച്ച പീരിയോഡിക് ടേബിളിനെ, അതായത് മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ആധുനിക പീരിയോഡിക് നിയമം എന്താണെന്ന് മനസ്സിലാക്കി. മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ പ്രകാരം മൂലകങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് മൂലകങ്ങളുടെ രാസഗുണങ്ങൾ, ഭൗതിക ഗുണങ്ങൾ അവരുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പീരീഡുകൾ എന്താണ്, ഗ്രൂപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കി. എത്ര പീരീഡ് ഉണ്ട് പീരിയോഡിക് ടേബിൾ എന്നും എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി.
ഗ്രൂപ്പുകളും പീരീഡുകളും വിന്യസിച്ചിരിക്കുന്ന പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കി. അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഹൈഡ്രജന്റെ സ്ഥാനം, പിന്നെ ഓരോ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്കും കുടുംബം എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിലെ പീരീഡിനെ കുറിച്ചും ഗ്രൂപ്പിനെ കുറിച്ചും ഒക്കെയാണ് മനസ്സിലാക്കിയത്. അത് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്താണ്. ബൈ ഫ്രം മീ. താങ്ക് യു.